മെട്രോ സ്റ്റേഷനിലാണ്. എന്നാൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലമാണ് ലുലു മാൾ. നമ്മൾ സിനിമ കാണാൻ പോകാം. അതെ, മെട്രോയുടെ ടിക്കറ്റൊക്കെ മേടിച്ചോണ്ട് ഇപ്പം ഞങ്ങൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാശ് ഞങ്ങളങ്ങനെ അകത്തോട്ട് കയറിയതേ അമ്മ ഇവിടെ ഞെക്കിക്കൊണ്ടിരിക്കുക. അമ്മ അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് ആയി. ഇപ്പം ഇതാണ് ആയുഷ്, എൻ്റെ അനിയനാ. അവളെ ഓടി നടക്കുക. അവനാണെങ്കിൽ ഒത്തിരി ദിവസം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്ന നമ്മൾ മെട്രോയിൽ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ടിക്കറ്റ് അച്ഛൻ്റെ കൊടുത്തത് അകത്തോട്ട് കയറാൻ നോക്കുക. മെട്രോയിലോട്ട് എൻട്രി ചെയ്യാൻ പോവുക. അകത്തോട്ട് ടിക്കറ്റൊക്കെ കാണിച്ച് കയറി. ഇനി ഞങ്ങൾ മെട്രോയിൻ്റെ അകത്ത് കയറിയിട്ട് മെട്രോയുടെ അകം കാണിച്ചു തരാം. ഞങ്ങൾ ഒരു 3-4 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് മെട്രോയിലോട്ട് വരുന്നത്. ഞങ്ങളല്ലേ, ഞാൻ. ഇവരൊക്കെ മെട്രോ ഒത്തിരി വർഷം വന്നിട്ടുള്ള കഴിഞ്ഞ വർഷം. ഇന്നാണ് ഒരു കാര്യം സംഭവിച്ചത്. അത് ഞാൻ പ്രത്യേകിച്ച് പഴയ കയറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് വഴിയെന്ന് ആർക്കറിയാം. അതിനാശം താഴത്തെ ഫ്ലോറിൽ വെച്ച് ഇങ്ങനെ തന്നെ കയറിപ്പോയതാണ്. പക്ഷെ അത് വഴിയല്ലായിരുന്നു. ഇത് വഴിയല്ല. ഇതാ വഴി ഇത് തന്നെയാണ് വഴി. മെട്രോ എനിക്ക് നമ്മുടെ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മെട്രോയിനകത്ത് ഞങ്ങൾ കയറിയിട്ട് അകത്ത് ലുലുമാൾ എത്തിയിട്ട് വിളിക്കാം. ലുലുമാൾ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ നമ്മളെ ലുലുലോട്ട് എത്തിയിരിക്കുവാണ്. ഞങ്ങളല്ലാതെ സെക്കൻഡ് കൂടെ ഫോട്ടോ ഞാൻ എൻ്റെ അനിയനായി ഇവന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ആയുഷ് എന്നാണ്. അയ്യോ, ഈ സാധനം ഏതേറ്റാണ് ആർക്കെങ്കിലും ആൾക്കാരൊക്കെ വന്നത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ. ഞങ്ങൾ ഇപ്പം ഇതുവഴി എങ്ങാണ്ട് ലുലുമാളിലെ വണ്ടലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഐഡിയ ഇല്ല ഇപ്പം ഇത് എവിടെയാണ്. ഇപ്പം ഞങ്ങൾ ഇതുവഴി എങ്ങാണ്ട് നമ്മൾ PVR എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PVR സിനിമയുടെ പേര് ഒരിക്കലും വല്ലാത്ത കഷ്ടമായ പേരെടുക്കുക. പേര് കൂടി പറയാറുണ്ടോ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമ എങ്ങാണ്ട് കാണാൻ പോയപ്പോഴത്തേക്കും എനിക്ക് പേര് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളത് ഇപ്പം എവിടെയാണ് ഞാൻ നമ്മൾ കണ്ടത്. പണ്ടൂർ ഫ്രണ്ടിലുണ്ട് ലുലുമാളിൽ. ഞങ്ങളിപ്പോൾ മെട്രോയിൽ ഇറങ്ങിക്കൊണ്ട് നമ്മൾ 3rd നിലയില്ല. ഈ നേരത്തിന് തിയേറ്ററും KFC അതും ഇതൊക്കെ ഉള്ളത്. KFC ഉണ്ടായിരുന്നില്ലല്ലോ വന്നു. ആശുപത്രി സ്റ്റാറ്റു കൊണ്ടാണോ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങോട്ട് പഠിക്കാന്ന് പറഞ്ഞു. നിൽക്കാനും പഠിക്കുക അച്ഛനല്ലേ. ആയുഷുകൊണ്ട് സർജറി കയ്യിലുണ്ട്. നമ്മൾ ഇതൊക്കെയാണ് തണുത്ത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ത്രോട്ടിലൊക്കെ ഇതായതുകൊണ്ട് തണുത്തത് കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ വെക്സി വേണ്ടൊക്കെ മേടിച്ചു കൊടുക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ സൈഡ് ചെയ്യും. അത്ര ഉള്ളൂ. എന്താ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ഏത് സിനിമ നമ്മളോട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ കൂടെ പറയാം. സിനിമയുടെ പേര് ആ സിനിമയുടെ പേര് പാള. എനിക്ക് അറിയാം. നല്ല സിനിമയായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് ആയുഷിന് വേണ്ടി കൊടുത്തിട്ട് ജ്യൂസ് മാത്രം കുടിച്ചാണ്. പെപ്സി നമ്മളെ ലാർജല്ല സ്മോൾ പെപ്സി ആശു കുടിച്ചാൽ അതുകൊണ്ട് ആശു വിശക്കുന്നുള്ളതുകൊണ്ട് നമ്മളെ KFC ആശുവിന് മേടിച്ചത്. ആശുവിന് KFC മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാത്ത സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി. അമ്മയുടെ KFC കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങളാണെങ്കിൽ താഴെ ഷോപ്പിങ്ങിനായിട്ട് ഇതാണ് സിനിമയുടെ പേരെന്ന് പറഞ്ഞോടാ. സിനിമ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ. പിന്നെ മേടിക്കുന്ന എന്തൊക്കെയാണ് കാണിക്കുക. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ച സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 കറിയും ഒരു KFC മേടിച്ചതാണ്. അത് വീഡിയോൻ്റെ അകത്ത് പറഞ്ഞാൽ. എന്നാൽ ബൈ ഗൈസ്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എൻ്റെ അനിയനാണെങ്കിൽ ഏതോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ഈ ചാനലിൽ തന്നെ ഇട്ടേക്കുന്നു. അത് പറഞ്ഞെന്തായിരുന്നു? ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അനിയനോട് പറഞ്ഞു. യെസ്. എന്നാൽ ബൈ ഗൈസ്.